എന്ന് സ്ഥാപിക്കാനുള്ള രേഖയാണ് ഇപ്പോൾ ജില്ലാ കോടതിയിൽ സമർപ്പിച്ചത്. എൻ കെ ഷിജുവാണ് വിവരങ്ങൾ. ഇനി സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ന്യൂസ് ചാനൽ ആയിക്കോട്ടെ, ഇനി എന്തൊക്കെ പറഞ്ഞാലും, ഇനി എന്തൊക്കെ വളച്ചൊടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും രാഹുലിൻ്റെ തട്ട് അത് പൊങ്ങി തന്നെ ഇരിക്കും. അവളുടെ തട്ട് താണ് തന്നെ ഇരിക്കും. വേസ്റ്റ്. അത് പറയാനുള്ള കാര്യം വെച്ചാൽ എന്താണ് പീഡനം? പറയും, നിങ്ങൾ തന്നെ പറയും, എന്താണ് പീഡനം? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമ്മതമില്ലാതെ നമ്മുടെ ശരീരത്തിൽ ഒരാൾ ഒറ്റ തവണ നമ്മുടെ കയറി പിടിക്കുക, അല്ലെങ്കിൽ നമ്മളെ അബ്യൂസ് ചെയ്യുക, അതിനെയാണ് ഒറ്റ തവണ നമ്മുടെ സമ്മതമില്ലാതെ ചെയ്യുന്നതിനെയാണ് പീഡനം എന്ന് പറയുന്നത്, അല്ലേ? അല്ലാതെ ഇതിനെ പീഡനം എന്ന് വിളിക്കാൻ പറ്റും? നിങ്ങൾ തന്നെ പറ. ശരിക്കും സത്യസന്ധമായിട്ടുള്ളൊരു ഉത്തരവാദിത്തമാണ്. നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ പറയണം. നിങ്ങൾ തന്നെ ഇതിന് പീഡനം എന്ന് പറയാൻ പറ്റും. കാര്യം ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു ന്യൂസും ഇല്ല. ഓക്കെ, രാഹുൽ മാങ്കൂട്ടം അങ്ങനെ ചെയ്തു, രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ചെയ്തു, അവളെ എന്താ പറയുക, അബ്യൂസ് ചെയ്തു, അവളെ ഗർഭിണിയാക്കി, ഗർഭചിത്രം, അങ്ങനെ പറഞ്ഞുള്ള ന്യൂസുകളല്ലാതെ വേറെ ഒന്നും ഇപ്പം കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം ഇതിൽ ശരിക്കും കുറ്റക്കാരൻ ആരാ? പറ. രാഹുലാണോ, അല്ലെങ്കിൽ അവരാണോ, അല്ലെങ്കിൽ ഇതേപോലെ ന്യൂസുകൾ ഉണ്ടാക്കുന്ന ബാക്കിയുള്ള സമൂഹത്തിലുള്ള ആൾക്കാരാണോ? നിങ്ങൾ തന്നെ പറ. ഓക്കെ, കാര്യം ഇതിലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മുടെ സമ്മതമില്ലാതെ ഒരാളാണ് നമ്മുടെ ശരീരത്തിൽ തൊടുന്നതെങ്കിലാണ് നമുക്കതിനെ പീഡനം എന്ന് വിളിക്കാൻ പറ്റല്ലേ. അപ്പം ഇതിൽ ഈ പറയുന്ന പെരുങ്കള്ളി എന്ന് പറയാം അവളെ, ശരിക്ക്. അല്ലാതെ അവളൊന്നും പേരിട്ട് വിളിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, കാര്യം ഇതിൽ ഏറ്റവും വലിയ തെറ്റെന്ന് പറയുമോ, അവൾ വിവാഹിതയാണ്. കല്യാണം കഴിഞ്ഞൊരു ഭർത്താവും ഒരു കുടുംബവുമുള്ള ഒരു സ്ത്രീ രാഹുലുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, രാഹുലുമായിട്ടുള്ള ബന്ധം മുൻകൂട്ടും, അതായത് അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെയും അവളുടെ വീട്ടുകാരെയും ഈ സമൂഹത്തിനെ ചതിച്ചിട്ട് അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം രാഹുലിൻ്റെ പുറകെ പോവുകയോ സംസാരിക്കുകയോ ഫ്രണ്ട്സ് ആകുകയോ, ഇനി അതല്ല എന്ത് വേണ്ടിക്കും ചെയ്തോട്ടെ. ഓക്കെ, അത് അവർ രണ്ടുപേരും അവരുടെ ഇഷ്ടപ്രകാരം ചെയ്ത കാര്യമാണല്ലേ. എന്നിട്ടിപ്പം എങ്ങനെ ഒരാളുടെ മാത്രം തെറ്റ്, അതായത് രാഹുലിൻ്റെ മാത്രം തെറ്റായിട്ട് ഇതിനെ ചിത്രീകരിക്കാൻ കഴിഞ്ഞു? ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ ഇവളുടെ സമ്മതമില്ലാതെ ഇപ്പം നമ്മളൊരു ഡ്രിങ്ക്സിലൊക്കെ മയക്കുമരുന്നൊക്കെ കലക്കി കൊടുത്ത് നമ്മൾ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഇഷ്ടമില്ലാത്ത ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പോട്ടിൽ പോലീസിന് കേസ് കൊടുക്കാം, അല്ലെങ്കിൽ സ്പോട്ടിൽ നമുക്ക് കോടതിയായിട്ട് സമീപിക്കാം, നമുക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകും. ഇതൊന്നും ചെയ്യാതെ ഇത്രയും വർഷം അതിൽ ലയിച്ച് ആഘോഷിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ശരീരത്തെ അങ്ങനെ കാഴ്ചവെച്ച് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഇനി അവസാനം ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഒരാളുടെ മാത്രം കുറ്റമായി ചിത്രീകരിച്ചിട്ട് അയാളെ സോഷ്യൽ മീഡിയയിലിട്ട് എന്താ പറയുക, എയറിൽ കയറ്റാന്ന് അറിയില്ലേ, ഈ ഒരു സംഭവം ചെയ്യുന്നതിനോട് യോജിക്കാൻ പറ്റില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവളൊക്കെ ശരിക്കും സ്ത്രീകൾക്ക് അപമാനം എന്ന് അറിയില്ലേ, സത്യം ആണ്. കാര്യം നമ്മളെ നിയമത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത് സ്ത്രീകളാണെന്ന് പറയാം. കാര്യം ഒന്നുമല്ലാത്ത ചെറിയ കാര്യങ്ങൾക്ക് ആണുങ്ങളുടെ മേലെ എന്താ പറയുക, എല്ലാ കുറ്റവും ചുമത്തി കൊടുത്ത് അവരങ്ങനെ ഞെളിഞ്ഞ സമൂഹത്തിൽ ജീവിക്കുക. അല്ലാതെ ഇപ്പം ഞാനൊരു സ്ത്രീയാണ്, ഓക്കെ, ഞാനിതിൽ ഇത്രയും ഇതായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ കാര്യം ശരിയാണ്. ഒരാളുടെ ഇപ്പം രാഹുലിനെ അവർ ഉദ്ദേശിച്ചാലും അവരുടെ രാഷ്ട്രീയ ഭാവിയിൽ ഒരു കറ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു കരടായിട്ട് ഈ ഒരു സംഭവം എന്തായാലും കിടക്കും. ഓക്കെ, പക്ഷെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അയാൾ ചെയ്തേക്കണ തെറ്റല്ല. കാര്യം അയാളും അവളും തമ്മിൽ എന്താ പറയുക, രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തോടുകൂടി ചെയ്ത കാര്യങ്ങൾ എങ്ങനെ ഒരാളുടെ മാത്രം തെറ്റായിട്ട് നിങ്ങൾക്ക് ചിത്രീകരിക്കാൻ വേണ്ടി പറ്റും? ഒരിക്കലും പറ്റത്തില്ല. പിന്നെ ഈ പറഞ്ഞ ഇവൾ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം ഞാൻ പറയട്ടെ, ഇനിയിപ്പോൾ നമ്മൾ ആരായിക്കോട്ടെ, എന്ത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ എന്ത് റിലേഷൻഷിപ്പിലിരിക്കുന്ന ഒരാളായിക്കോട്ടെ, ഓക്കെ, നമ്മളെ ശരീരത്തിൽ നമ്മളെ ഇഷ്ടമില്ലാതെ ഒരാളെ നമ്മൾ തൊടാൻ സമ്മതിക്കാൻ വേണ്ടി പാടില്ല. നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ ആ സ്പോട്ടിൽ നോ പറയണം. ഓക്കെ, ഇനി ആ റിലേഷൻഷിപ്പ് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയാണെങ്കിൽ സ്റ്റോപ്പ് ആയിക്കോട്ടെ എന്ന് വെക്കണം. അല്ലാതെ ആ സമയത്ത് നമ്മൾ തൊടാൻ വരുമ്പോഴത്തേക്ക് തൊട്ടോളൂ ചേട്ടാ, എന്നെ അങ്ങനെ ചെയ്തോളൂ ചേട്ടാ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം എന്നെ പീഡിപ്പിച്ചു, ഞാൻ പ്രഗ്നൻ്റ് ആയി, എൻ്റെ കുട്ടി അബോർട്ട് ചെയ്യാൻ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അലക്കാൻ കൊടുക്കുന്നത് എന്തർത്ഥത്തിലാണ്? നിങ്ങൾ തന്നെ പറ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഇതുപോലെ തന്നെ എന്താണ്, കല്യാണം കഴിഞ്ഞ് ഭർത്താവായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ കുട്ടികളുള്ളവർ പോലും വേറെ ആയിട്ട് ഇഷ്ടത്തിലാകുകയും അവരുടെ ഒളിച്ചോടി പോവുകയും എല്ലാം സർവ്വസാധാരണമായിട്ട് ഇപ്പം ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷൻസിൽ ഇപ്പം ഇവർ രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എൻ്റെ ഇപ്പോൾ ഒരാളുടെ മേക്കേക്ക് മാത്രം ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ആയിട്ട് വരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഒരു മനുഷ്യൻ എന്ന രീതിയിൽ. കാര്യം ഇനിയിപ്പോൾ ഏത് കോടതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും കോടതി എനിക്ക് തോന്നണം കേട്ടോ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തുള്ള കാര്യം രണ്ടുപേരും ഒരുമിച്ചെടുത്ത ഡിസിഷനാണ്. അല്ലാതെ അവളെ നിർബന്ധിച്ച് വലിച്ചഴിച്ചു കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു ഡ്രഗ്സ് പൊടിച്ചിട്ട് കൊടുത്ത് അവളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതും കാര്യങ്ങളൊന്നുമല്ല. കുറേ ആയിട്ട് സംസാരത്തിലും ഈ പറഞ്ഞതുപോലെ ഫ്രണ്ട്ഷിപ്പായിട്ട് ഇരുന്ന് അവർ ഒരുമിച്ച് അനുഭവിച്ച് അറിഞ്ഞ കാര്യങ്ങൾ
ഇനിയിപ്പോൾ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരാളുടെ മണ്ടയ്ക്ക് മാത്രം ഇടാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇതിനിപ്പോൾ ഒരു പാർട്ടി അങ്ങനെയുള്ള ഒരു രീതിയിലൊന്നും ഇടട്ടെ ഞാനിവിടെ സംസാരിച്ചാൽ കാര്യം ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഓക്കെ അവർ രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനങ്ങൾ ഒരിക്കലും ഒരാളുടെ മണ്ടയ്ക്ക് മാത്രം ഇടാൻ പാടില്ല എന്ന രീതിയിലാണ് ഞാനിവിടെ സംസാരിച്ചത്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ കേട്ടോ ഞാനിതിൽ പറഞ്ഞേക്കണം. കാര്യം എന്നെ ഇപ്പോൾ ഇതിൽ ഓപ്പോസിറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ എന്നെ നെഗറ്റീവ് അടിച്ചു വരുന്ന ഒരുപാട് പേരുണ്ടാവുമെന്ന് എനിക്കറിയാം. ഓക്കെ, പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആർക്കെങ്കിലും ശരിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് ജസ്റ്റ് ഈ വീഡിയോയ്ക്ക് മുന്നിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒന്നുമില്ലെങ്കിലും നമുക്കറിയാലോ എന്താണെന്നുള്ളത്.